നമസ്കാരം. ദേവലോകം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ കേരളത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ നടക്കുന്നത് കണ്ടു വാർത്തയിൽ. 2 ദിവസമായി വാർത്ത കണ്ടു. മനുഷ്യൻ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളും കുറേ അപകർഷതാബോധങ്ങളും, പിന്നെ അതിൻ്റെ കൂടെ തന്നെ എന്താ പറയുക, അഹങ്കാരം അതെല്ലാം കാണുന്നുണ്ട്. ഞാൻ പറയുന്നു, ഞങ്ങൾ ഒരേ യാത്രകൾ ചെയ്യുമ്പോൾ, ഒരേ സ്ഥലങ്ങൾ സന്ദർശിക്കുമ്പോൾ ഒരേ കാര്യങ്ങൾ കാണാറുണ്ട്. അതിൽ പ്രധാനപ്പെട്ട എനിക്ക് എൻ്റെ ലൈഫിൽ മറക്കാൻ പറ്റാത്തൊരു സ്ഥലമാണ് വാരണാസിയിലെ അനേകായിരം ഡെഡ് ബോഡികൾ ദിവസങ്ങളിൽ കത്തി ചാമ്പലായി ഗംഗയിലേക്ക് ഒഴുക്കുന്നത്. അപ്പം ഞാൻ പറയുന്നത്, നമ്മളൊക്കെ എന്താ വെറും പിശട് മണ്ണ് ആയ ഈ ശരീരം അഹങ്കരിച്ചിട്ട് എന്താ കാര്യം? എനിക്ക് തോന്നുന്നു ലോകത്തിൽ വെച്ച് അവിടെയാണെന്ന് തോന്നുന്നു നമ്മുടെ ഈ നായകൾ, അതായത് ഡോഗ്, പട്ടി, മനുഷ്യമാംസം കഴിക്കുന്നത്. അതും കണ്ട് അവിടെ പോകുന്ന ആളുകളൊക്കെ അതൊക്കെ കാണാറുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ജീവന്, അതായത് ഈ മനുഷ്യ ജന്മത്തിന് എന്താണൊരു ക്വാളിറ്റി? ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്. അഹങ്കാരവും അധികാരവും കൊണ്ട് പലതും കാണിച്ച ആളുകൾ കൂട്ടുന്നു. പണത്തിൻ്റെ കൊഴുപ്പ് കൊണ്ട് പലതും കാണിച്ചു കൂട്ടുന്നു. പക്ഷെ നമ്മളെല്ലാം ഈശ്വരനെ മറന്നാണ് അതെല്ലാം ചെയ്യുന്നത്. നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ, നമുക്ക് അവസാന കാലഘട്ടം, ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നൊരു കാര്യം, അവസാന കാലഘട്ടത്തിൽ ഒരു ഗ്ലാസ് വെള്ളം, അല്ലെ ഒരു സ്പൂൺ വെള്ളം നമുക്ക് തരാൻ ആരെങ്കിലും ഉണ്ടായാൽ അത് വലിയ ഭാഗ്യമാണെന്നേ ഞാൻ കരുതുള്ളൂ. അതുപോലും ഇല്ലെങ്കിൽ നമുക്ക് എന്തെല്ലാം ഉണ്ടായിട്ടും ഒരു കാര്യമില്ലടോ, ഒരു കാര്യമില്ല. അപ്പോൾ ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ, നമ്മൾ ഈശ്വരനെ എന്നും രാവിലെയും വൈകിട്ടും നമ്മുടെ പ്രഭാത കാര്യങ്ങളെല്ലാം കഴിയുമ്പോൾ ഒരു വിളക്ക് കത്തിച്ചു, അല്ലെങ്കിൽ ഒരു ചന്ദനത്തിരി കത്തിച്ചു, അല്ലെങ്കിൽ ഒരു ലാമ്പ് കത്തിച്ചായാലും നമുക്ക് പ്രാർത്ഥിച്ചാൽ നമ്മുടെ മുന്നിൽ ഈശ്വരൻ പ്രത്യക്ഷനാകുമെന്ന് പറഞ്ഞാൽ പ്രത്യക്ഷപ്പെടുമെന്നല്ല, നമ്മുടെ ഉള്ളിലിരിക്കുന്ന ഈശ്വരൻ വർക്ക് ചെയ്യും. ഈ പോസിറ്റീവ് ഇല്ലാത്ത ആളുകൾക്ക് എപ്പോഴും നെഗറ്റീവാണ്. എന്നുവെച്ചാൽ കലിയുഗമാണ്. കലിയുഗത്തിൽ എല്ലാം നടക്കും. അപ്പോൾ എന്താ പറഞ്ഞ, വാരണാസിയിലെ കാർണിക കണ്ട് ഇപ്പോൾ അവിടെ കുംഭമേള സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. 4-5 സ്ഥലത്ത് കുംഭമേള നടക്കുന്നതാണ്. എല്ലാ ഹിൽസുകളിലും സ്വയംഭൂവായിരിക്കുന്നത്. അവസാനം ഇരിക്കുന്ന അമ്മ പാർവതി മാതാവ്, ഏറ്റവും ടോപ്പിലിരിക്കുന്ന മഹേശ്വരനാണ് ഭഗവാൻ. അപ്പോൾ കാർണിക കാണ്ടിലെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. മനുഷ്യ ശരീരങ്ങൾ വെന്തു ഉരുകി ഗംഗയിലേക്ക് ഒഴുക്കി വിടുമ്പോൾ അതിൻ്റെ അവശിഷ്ടങ്ങൾ നായകളാണ്, അതായത് പട്ടി, ഡോഗ്സാണ് കഴിക്കുന്നത്. അവിടെ അടുത്ത് വരുമ്പോൾ ചിലപ്പോൾ അഘോരി സ്വാമിമാരുണ്ടാകും കാട്ടിൽ നിന്ന്. ഇപ്പോൾ ഒരു കാട് ഇറങ്ങിയിട്ടുണ്ട്, 12 വർഷത്തിന് ശേഷം കാട് ഇറങ്ങിയിട്ടുണ്ട്. അവർ വന്ന് എടുത്തിട്ട് പോകും. കാരണം അവരുടെ പൂജാകാര്യങ്ങളിലൊക്കെ അത് എന്താ പറയുക, അവരുടെ ശക്തിയെ രൂപീകരിക്കാനായിട്ട് അഘോരികൾ കാലഭൈരവന് പൂജ ചെയ്യും. കാലഭൈരവൻ എന്ന് പറഞ്ഞാൽ ഭഗവാൻ ശിവൻ്റെ അവസാനത്തെ രൗദ്രഭാവമാണ്, ഫുൾ പവറാണ്. അപ്പോൾ ഞാൻ പറഞ്ഞത്, നമ്മളൊന്നുമല്ല. നമ്മൾ ഈ കേരളത്തിൽ കിടന്നിട്ട്, ഈ ഇട്ടാവട്ടത്ത് കിടന്നിട്ട് എന്തെല്ലാമാണ് കിടന്നത്. രാഷ്ട്രീയ കൊലപാതകങ്ങൾ, പിന്നെ എന്താ പറയുന്നത്, ഈ വിവാഹ
ഈ അടുത്ത് കണ്ട ഒരു വീഡിയോ, ഒരുപാട് നാളെ വീഡിയോ ഒക്കെ കണ്ടിട്ട്, അപ്പോൾ ഈ അടുത്ത് കണ്ട ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ ഈ സ്വർണം, ഒരു കുട്ടിയുടെ സ്വർണം കല്യാണം കഴിച്ച് പോയിട്ട് സ്വർണത്തിനും പണത്തിനും സ്വത്തിനും വേണ്ടി പാമ്പ് കടിപ്പിച്ച് കൊന്നത്, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ. പിന്നെ ഒരു യുവാവിനെ, അതായത് ഒരു ആദിവാസി യുവാവിനെ എല്ലാവരും കൂടി തല്ലിക്കൊന്നത് ഇത് വയനാട്ടിൽ. അപ്പോൾ എന്തിനു വേണ്ടിയാണ് ഇതെല്ലാം ചെയ്യുന്നത്? എന്ത് കിട്ടാനാ? സ്വത്തിനും പണത്തിനും വേണ്ടി എന്ത്? നമ്മൾ ഈ മരിച്ചു കഴിയുമ്പോൾ നമുക്ക് എന്തെങ്കിലും കൊണ്ടുപോകാൻ പറ്റുമോ? ഈ ഭൂമിയിൽ നിന്ന് നമുക്കൊന്നും കൊണ്ടുപോകാൻ പറ്റില്ല. എല്ലാം ഇവിടെ വെച്ച് പറഞ്ഞിട്ട് നമ്മൾ പോകണം. നമുക്കൊന്നും കൊണ്ടുപോകാൻ പറ്റില്ല, ഒരു സാധനം പോലും. ആകെയുള്ള നമ്മുടെ ഡ്രസ്സ്, അതും കത്തി നശിച്ചു, അല്ലെങ്കിൽ കുഴിച്ചിട്ട് കഴിയുമ്പോൾ അത് നശിച്ചു. പിന്നെ എന്താ? എന്തിനാ അഹങ്കരിക്കണേ? എന്ത് കാര്യം ഇരിക്കണം? ഒരു കാര്യമില്ല. മനുഷ്യൻ തന്നെ ഉണ്ടാക്കുന്നതാണ് ഓരോ പ്രശ്നങ്ങൾ. ഇപ്പം പട്ടി, അതായത് തമിഴ്നാട്ടിലൊക്കെ പോകാൻ നേരത്ത് പട്ടികൾ, നമ്മുടെ കേരളത്തിലുണ്ട്, എന്നാലും തമിഴ്നാട്ടിൽ ഭയങ്കര പട്ടി ശല്യമാണ് രാത്രി കാലങ്ങളിൽ. വേസ്റ്റ് കൊണ്ടുവന്ന് അടിച്ചു. മനുഷ്യൻ ചെയ്യുന്ന ഓരോ പരിപാടികളാണ്. വേസ്റ്റ് കൊണ്ടുവന്ന് അടിച്ചിട്ട് ഓരോ പട്ടികൾ ആ വേസ്റ്റ് ഇങ്ങനെ ഇത്രയും ദിവസങ്ങൾ കഴിഞ്ഞ് അഴുകിയ വേസ്റ്റുകൾ കഴിച്ച് പട്ടികൾക്കൊക്കെ തന്നെ മനുഷ്യനെ കാണുമ്പോൾ അറ്റാക്കാണ് വന്നത്. നമ്മൾ അറ്റാക്ക് ചെയ്യും. പല പ്രാവശ്യം ഞങ്ങൾ യാത്ര ചെയ്യുമ്പോൾ ഞങ്ങൾ ഓടിച്ചിട്ടുണ്ട് എത്രയോ പട്ടികൾ രാത്രി കാലങ്ങളിൽ ബൈക്കിന് റൈഡ് ചെയ്യുമ്പോൾ. അപ്പം മനുഷ്യൻ ചെയ്യുന്ന എന്തെല്ലാം ക്രൂരതകളാണ്. മനുഷ്യനെ ഏറ്റവും കൂടുതൽ ചെയ്യുന്നത് ക്രൂരതയാണ്. മനസ്സിലായോ? പിന്നെ നിങ്ങൾ വിചാരിക്കേണ്ടാവും, മരിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ പൂജ കഴിയുമ്പോൾ തന്നെ നെഗറ്റീവ്, അതായത് നമ്മുടെ സോള്, ആത്മാവ് പോകുമെന്ന്. ഒരിക്കലും പോവില്ല. അതിന് അതിൻ്റെതായ കർമ്മങ്ങൾ ചെയ്താൽ മാത്രമേ അത് അതിൻ്റെ ടൈം ആകുമ്പോൾ പാസ് ചെയ്യുള്ളൂ. നെഗറ്റീവ്, അതായത് സൂയിസൈഡ്, തൂങ്ങി മരണം, വിഷം കഴിച്ച് മരണം, അപകടങ്ങൾ, ഇങ്ങനെയുള്ള മരണങ്ങൾ ഒരിക്കലും ആ സ്പോട്ടിൽ നിന്ന് പോകില്ല. എത്ര വർഷമായാലും നെഗറ്റീവ് അവിടെ വർക്കൗട്ട് ചെയ്തുകൊണ്ടിരിക്കും. നിങ്ങൾ വേണേൽ സെർച്ച് ചെയ്ത് നോക്കിക്കോ, ഗൂഗിളിലൊക്കെ ഉണ്ട്. നെഗറ്റീവ് ഒരിക്കലും, ദുർമരണം ഒരിക്കലും ആ സ്ഥലം വിട്ട് പോകില്ല. അത് അവരവിടെ ആ സ്പോട്ടിലുണ്ടാകും. നമുക്കതിനെ കാണാനും പറ്റും. നിങ്ങൾക്കറിയാം, വാരണാസിയിൽ കർണികാണ്ടിൽ രാത്രി 2 മണിക്ക് അഘോറികളായ സ്വാമിമാർ, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഭസ്മം എല്ലാം തേച്ച് ധോത്തി ഉടുത്ത് തലയൊട്ടി പിടിച്ച് ഒരുപാട് മാലകളൊക്കെ യൂസ് ചെയ്ത്, എന്ന് വെച്ചാൽ ഈ രുദ്രാക്ഷങ്ങൾ, കാട്ടിൽ നിന്ന് എടുക്കുന്ന രുദ്രാക്ഷങ്ങളെ യൂസ് ചെയ്ത് രാത്രി 2 മണിക്ക് കാർണികാണ്ട്, അതായത് ആ ഡെഡ് ബോഡി എരിയുന്ന സ്ഥലത്ത് കൂട്ടം വരും. രാത്രി 2 മണിക്ക് വെളുപ്പിന് വന്നിട്ട് അവർ എന്ത് ചെയ്യും? സ്നാനം ചെയ്യും, പൂജ ചെയ്യും. അതിനുശേഷം ഒരു കാട്, ആരുമില്ലാത്ത സമയത്താണ് അവർ വന്ന് പൂജ ചെയ്യുന്നത്. മനസ്സിലായോ? നമ്മൾ കാണാനായിട്ട് ഒരുപാട്, നമ്മളെന്ന് വെച്ചാൽ നമ്മൾ തെറ്റുകളിലേക്ക് പോകാണ്ട് നമ്മൾ നല്ല കാര്യങ്ങൾ ചെയ്യാൻ, നല്ല മനസ്സോടെ, നല്ല ചിന്തകളിലൂടെ, നല്ലത് മാത്രത്തിലൂടെ യാത്ര ചെയ്യാനായിട്ട് നമ്മൾ ചിന്തിക്കുക. ഒരു നേരത്തെ ഭക്ഷണം, ഒരു ഗ്ലാസ് വെള്ളം മതി. നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുക. നമ്മൾ ഈ ടെൻഷൻ, അതായത് നമുക്ക് ഈ പണം വേണം, സ്വത്ത് വേണം, സ്ഥലം വേണം, അത് വേണം, ഇത് വേണം എന്നുള്ള ഈ ഇറിറ്റേഷൻ, അതായത് നമ്മൾ സ്വയം ഉണ്ടാക്കുന്ന ഒരു ഇറിറ്റേറ്റിംഗ് ആണ് നമ്മുടെ മൈൻഡിൽ. അതിനെ കളയുക, നമ്മൾ ഫ്രീ ആവുക. നിങ്ങളൊന്ന് ചെയ്തു നോക്ക്. രാവിലെ സ്നാനമല്ല, അതായത് നമ്മുടെ കുളി ജപം എല്ലാം കഴിഞ്ഞ് നമ്മൾ ഈശ്വരനോട് പ്രാർത്ഥിച്ചു നോക്ക്. കിഴക്ക് സൂര്യൻ ഭഗവാൻ ആദിത്യൻ ഉദിക്കുന്ന സ്പോട്ടിൽ നിങ്ങളൊന്ന് കൈകൂപ്പി നിന്നൊന്ന് പ്രാർത്ഥിച്ചു നോക്ക്. ഒരു 3 സെക്കൻഡ്, ഞാനിപ്പോഴും പറയണേ, 3 സെക്കൻഡ് നിങ്ങളൊന്ന് പ്രാർത്ഥിച്ചു നോക്ക്. നിങ്ങൾക്ക് അതിൻ്റെ ശക്തി, അതിൻ്റേതായ പോസിറ്റീവ് നിങ്ങളിൽ വന്നിരിക്കും, ഉറപ്പാണ്. ഞാനൊക്കെ യാത്രകളിലൂടെ സ്വാമിമാരും പല ആളുകളെയും കണ്ടിട്ടുണ്ട്. പല ആളുകളെയും അവരിൽ നിന്നെല്ലാം കിട്ടിയ ഓരോ അറിവുകളാണ് നമുക്ക്. മനസ്സിലായ? അപ്പം അതുകൊണ്ടിട്ട്
പിന്നെ പരമാവധി പെൺകുട്ടികളെ ഉപദ്രവിക്കാണ്ടിരിക്കുക. പരമാവധി നിങ്ങൾ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറുക. പെൺകുട്ടികളെ ശല്യം ചെയ്യരുത്. ചേച്ചിമാർ, അമ്മമാർ, ഇവരെയൊന്നും ശല്യം ചെയ്യരുത്. അവരൊക്കെ എന്ന് പറഞ്ഞാൽ ഭൂമി ദേവികളാണ്. അവർ നമുക്ക് എന്ന് വെച്ചാൽ ആണിനേലും 10 മടങ്ങ് ശക്തിയുള്ള ഒരു രൂപമാണ് സ്ത്രീ. ചരിത്രരേഖകളിലും ചരിത്രങ്ങളിലും ഫുള്ളായിട്ട് അതിൻ്റെ പഠനമുണ്ട്. ഭയങ്കര ശക്തിയുള്ളതാണ്. അതുകൊണ്ടിട്ട് നമ്മുടെ ഭാര്യയായാലും സഹോദരിയായാലും അമ്മയായാലും മറ്റുള്ളവരായാലും നമ്മൾ ശാന്തി എടുക്കുക, ഉപദ്രവിക്കാണ്ടിരിക്കുക. പിന്നെ കലിയുഗമാണ്, പലതും നടക്കും, പല കാര്യങ്ങളും നടക്കുന്നുണ്ട്. എന്നാൽ അതിൽ നിന്നെല്ലാം ഒഴിഞ്ഞു പോകുക. ഒരു സെക്കൻഡ് നിമിഷം മതി ഒരു നെഗറ്റീവ് വർക്കൗട്ട് ചെയ്യാൻ. പക്ഷേ ഒരു പോസിറ്റീവ് എടുക്കാനായിട്ട് ഭയങ്കര ടഫാണ്. ഒരു പോസിറ്റീവ് നമ്മുടെ മുന്നിലേക്ക് വരാൻ ഭയങ്കര ടഫാണ്. പക്ഷെ അത് വന്നാൽ പിന്നെ അതിൽ നിന്ന് പിന്മാറാൻ നമുക്ക് പറ്റില്ല. ഇപ്പം നെഗറ്റീവിലേക്ക് പോകാണ്ടിരിക്കുക, പോസിറ്റീവിലേക്ക് വരിക. എൻ്റെ അഭിപ്രായമാണ്. നിങ്ങൾ തെറ്റിലേക്ക് യാത്ര ചെയ്യരുത്. തെറ്റിൽ നിന്ന് നിങ്ങൾ വിമുക്തമായി നിങ്ങൾ സമാധാനത്തിൻ്റെ വഴിയിൽ ജീവിക്കുക, സന്തോഷമായി ജീവിക്കുക, കുടുംബമായി ജീവിക്കുക. പക്ഷേ പ്രാർത്ഥന 3 സെക്കൻഡ് പ്രയർ, അത് ഹിന്ദു ആയാലും മുസ്ലിം ആയാലും ക്രിസ്ത്യൻ ആയാലും വേറെ ഏത് ജാതി ആയാലും ഒരു 3 സെക്കൻഡ് പ്രയർ, പ്രാർത്ഥന ചെയ്യുക. അത് ചെയ്താൽ നിങ്ങൾക്ക് അനുഭവം, നിങ്ങളിലൂടെ അനുഭവം നിങ്ങൾക്ക് കറക്റ്റായിട്ട് വരും. യഥാർത്ഥ ഈശ്വരൻ എവിടെ ഇരിക്കുന്നെന്ന്, അല്ലെ ആ പവർ എവിടെ ഇരിക്കുന്നെന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ. ഇപ്പം ഞാൻ ഇത് പറയാൻ കാരണം എന്ന് വെച്ചാൽ ഈ 2 ദിവസമായിട്ട് ഞാൻ ഈ ന്യൂസിലൊക്കെ കണ്ട് ഒരുപാട് പ്രോബ്ലംസ് നമ്മുടെ കേരളത്തിൽ നടക്കുന്നത്. അതിൽ നിന്നെല്ലാം വിമുക്തമായി നന്നായി ജീവിക്കുക. എനിക്കതേ ഉള്ളൂ. എൻ്റെ അപേക്ഷയാണ്, എൻ്റെ റിക്വസ്റ്റാണ് എല്ലാവരോടും.